പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് കൂടെ ചേരുന്നുണ്ട്. ശ്രീരാജ്, അവിടുത്തെ കലാശക്കൊട്ട് ആരംഭിച്ചോ? എന്തൊക്കെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? സോന, കലാശക്കൊട്ട് ആരംഭിച്ചു. പരസ്യ പ്രചാരണം അതിന്റെ അവസാന മണിക്കൂറുകളിലാണ്. അബിൻ വർക്കി, ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥി, ഇവിടെ സത്യാഗ്രഹ സമരം നടത്തുകയാണ്. അബിനെ, എന്താണ് ഇങ്ങനെ ഒരു സത്യാഗ്രഹ സമരത്തിലേക്ക് കടക്കാൻ കഴിയും? അതായത് 2018 പ്രളയം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട പ്രദേശമാണ് ആറന്മുളയും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളും. ആ പ്രളയം ബാധിക്കപ്പെട്ടത് അത് മനുഷ്യനിർമ്മിതമായിരുന്നു എന്നാണ് ഇന്ന് മന്ത്രിയുടെ ഓഡിയോ ക്ലിപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു അഴിമതി കാണിക്കാൻ വേണ്ടിയിട്ട് തോട്ടപ്പള്ളി സ്പിൽവേയിലെ കരിമണൽ മുഴുവൻ ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ നാട്ടിൽ 400ഓളം ആളുകളുടെ ജീവൻ കളയുകയും ലക്ഷക്കണക്കിന് ആളുകളെ ദുരിതത്തിലാക്കുകയും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കുകയും ചെയ്ത 2018 പ്രളയം, ആ പ്രളയം മനുഷ്യനിർമ്മിതമാണ്, സർക്കാർ സ്പോൺസേഡ് ആയിരുന്നു എന്നാണ് ഇന്ന് വ്യക്തമാകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നാടിനെ മുക്കിക്കൊന്നതാണ്, ഈ നാടിൽ ഇത്രയും അധികം കഷ്ടപ്പാടുണ്ടാക്കിയത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗാന്ധി സ്ക്വയറിന് മുമ്പിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നത്. ടി തോമസ് പറയുന്നത് സഭയിൽ ഇതൊന്നും ചോദിച്ചില്ലെന്നാണ് പറയുന്നത്. അതല്ലല്ലോ, ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്. മനുഷ്യനിർമ്മിതമായിരുന്നു പ്രളയം എന്നുള്ളത് കോൺഗ്രസ് ആദ്യം പറഞ്ഞതാണ്, UDF അത് സഭയ്ക്ക് അകത്തും പുറത്തും പറഞ്ഞതാണ്. പിന്നെ ഇന്നാണ് ഈ തെളിവുകൾ പുറത്തു വരുന്നത്. തെളിവുകൾ പുറത്തു വരുമ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയും. ഇന്ന് കെ കൃഷ്ണൻകുട്ടി എന്ന മന്ത്രി പോലും അത് നിഷേധിച്ചിട്ടില്ല. AI ആണെന്ന് തോന്നുന്നു എന്നാ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനും ഉറപ്പുകുറവൊന്നുമില്ലാത്തതാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ഞങ്ങൾ പൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോകും. ഈ നാട്ടിലെ സാധാരണക്കാരെ കൊന്ന സർക്കാരാണ്, മുക്കിക്കൊന്ന സർക്കാരാണ്. ഇവരാരും മുങ്ങി മരിച്ചതല്ല, മുക്കിക്കൊന്നതാണ് ഈ സർക്കാർ. ഈ പ്രളയം ചുമ്മാ വന്നങ്ങ് ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാണ് സർക്കാർ. ഈ സ്പിൽവേ ഉൾപ്പെടെയുള്ളവ തുറന്നു വിടാതെ, ഈ നാട്ടിൽ യാതൊരു വിധത്തിലുള്ള പ്രിക്കോഷൻ എടുക്കാതെ ഡാമുകൾ തുറന്നു ഈ നാട്ടിലെ ജനങ്ങളെ മുക്കിക്കൊന്ന ആ സർക്കാരിൻ്റെ അവസാനത്തെ ആണിയടിയാണ് ഇന്ന് നടന്നത്. ആ സർക്കാർ ഇവിടെ നടത്തിയത് ഒരു കൊടും വഞ്ചനയാണ്, കൊലപാതകമാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്, സർക്കാർ സ്പോൺസേഡ് പ്രളയമായിരുന്നു അന്ന് നടന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സമരം. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകരും അബിൻ വർക്കിയും സ്ഥാനാർത്ഥിയും ഇവിടെ സത്യാഗ്രഹ സമരം നടത്തുകയാണ്. കാരണം അബിൻ സൂചിപ്പിച്ചതുപോലെ 2018 പ്രളയം ഒരു മനുഷ്യനിർമ്മിത പ്രളയമായിരുന്നുവെന്നാണ് UDFന്റെ ആരോപണം. മാത്യു കുഴൽനാടൻ നിന്ന് പുറത്തുവിട്ട തെളിവുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. തങ്ങൾ ആദ്യം മുതൽ തന്നെ സഭയ്ക്കകത്തും പുറത്തും UDF അന്നേ പറഞ്ഞതാണ് ഇതൊരു മനുഷ്യനിർമ്മിത പ്രളയമാണ് എന്ന്. അതിൻ്റെ കൂടുതൽ തെളിവുകളാണ്, അല്ലെങ്കിൽ അന്നത്തെ UDFന്റെ ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് മാത്യു കുഴൽനാടൻ നിന്ന് പുറത്തുവിട്ട ഓഡിയോ സന്ദേശം എന്നാണ് അബിൻ വർക്കി പറയുന്നത്. എന്തായാലും